ഈ കടുവാപ്പേടി ഒടുങ്ങാത്ത ഇടമായി മാറിയ വയനാട്ടിലെ വാഗേരിയെക്കുറിച്ചാണ്. വാഗേരിക്കടുത്തുള്ള സിയിൽ കഴിഞ്ഞ ദിവസം പശുക്കിടാവിനെ കൊന്ന തൊഴുത്തിൽ കടുവ എത്തി. അത് കണ്ടു നമ്മൾ. കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് ഇപ്പോൾ വനംവകുപ്പ്. കടുവയെ പിടികൂടുമെന്ന പ്രതീക്ഷയിൽ വാഗേരിയിലെ പ്രദേശവാസികൾ. കാടിറങ്ങുന്ന കടുവകളാൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് വയനാട് ജില്ല. ചുരത്തിൽ, ചുളുക്കയിൽ, പനവല്ലിയിൽ, പച്ചാടിയിൽ, മൂലങ്കാവിൽ, മൂടക്കൊല്ലിയിൽ, ഞാറ്റാടിയിൽ, ഏറ്റവും ഒടുവിൽ വാഗേരി സിയിൽ കടുവകളുടെ വിഹാരം തുടരുകയാണ്. ബീനാച്ചി പനമരം റോഡരികിലെ സുരേന്ദ്രന്റെ വീടിന്റെ പിറകിലെ കാപ്പിത്തോട്ടത്തോട് ചേർന്ന തൊഴുത്തിലാണ് 3 ദിവസം മുമ്പ് രാത്രി കടുവയെത്തി പശുക്കിടാവിനെ കൊന്നത്. പാതി തിന്ന നിലയിലായിരുന്നു ജഡം. തൊട്ടടുത്ത ദിവസം ഇതേ തൊഴുത്തിൽ കടുവ വന്നത് രാത്രി 12 മണിയോടെ. വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറ ട്രാപ്പിലും അടുത്ത വീട്ടിലെ CCTVയിലും കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ഞങ്ങൾ സാധാരണ നടക്കാൻ പോകാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 6-10 നടക്കാൻ ഇറങ്ങുമ്പോൾ പശു റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു. കയറ് പൊട്ടിച്ച് പശു റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു. അതിനെ കണ്ടിട്ട് കയറെടുക്കാൻ വേണ്ടി തിരിച്ച് ഇവിടെ വന്നപ്പോഴാണ് കിടാവിനെ പശു തിന്നായിട്ട് കാണുന്നത്. കടുവാ ദൃശ്യം ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയതോടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വനം വകുപ്പിന്റെ നടപടി. തൊഴുത്തിനടുത്ത് കൂട് സ്ഥാപിച്ചു. ഇനി കടുവയ്ക്കായുള്ള കാത്തിരിപ്പ്. നേരത്തെയും കടുവാ സാന്നിധ്യമുള്ള പ്രദേശമാണിത്. കാർഷിക മേഖലയിലെ കാപ്പിയും അതുപോലെ തന്നെ അടയ്ക്കൊക്കെ പാകമായതാണ്. പറിക്കേണ്ട സമയമാണ്. നമ്മൾ കണ്ടു തൊട്ടടുത്തായിട്ട് റബ്ബർ തോട്ടങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അത് ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വലിയ പ്രയാസം. വിദ്യാർത്ഥികളടക്കമുള്ള തിങ്ങിപ്പറക്കുന്നതാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഈ പ്രയാസം വന്യമൃഗങ്ങളുടെ ശല്യം വലിയ രീതിയിലുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാം. ക്ഷീരകർഷകനായ പ്രജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലിയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള പ്രദേശമാണ് CC. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. വനത്തോട് ചേർന്ന് ധാരാളം തോട്ടങ്ങളുള്ള മേഖല. കാടിറങ്ങുന്ന കടുവകൾ ഉണ്ടാക്കുന്ന അലോസരം ചെറുതല്ല. വയനാട്ടിൽ ജനങ്ങളുടെ നിത്യജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്നു. ജനകീയ പ്രതിഷേധം ഉയരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് വനംവകുപ്പാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കടുവകളെ പിടികൂടാനുള്ള മാനദണ്ഡങ്ങളിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വനംവകുപ്പ് ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കടുവ തന്നെയാണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഇവയെ തുരത്താൻ വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. കടുവാ ഭീതിയുള്ള മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സുരക്ഷയ്ക്കായി വനപാലകരെ നിയോഗിക്കണമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. മൃഗസംരക്ഷണത്തിനായി വനംവകുപ്പ് കാണിക്കുന്ന പരിഗണനയുടെ പാതിയെങ്കിലും വനമേഖലയോട് ചേർന്ന് കഴിയുന്ന സാധാരണ കുടുംബങ്ങൾ ഉണ്ടാകണമെന്നാണ് അവർക്ക് പറയാനുള്ളത്. കേൾക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. കടുവൻ എത്ര പെട്ടെന്ന് പിടിക്കണം, പിടിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം. അതിവിടെ ഇട്ടിട്ട് പോരും പാടില്ല. അതാണെന്ന് പറയുന്നത്. ഇവിടുത്തെ കുഞ്ഞു പിള്ളേർ കുറേ പിള്ളേരുണ്ട്. അവരൊക്കെ ഇതിൽ ഇറങ്ങി നടക്കുന്നില്ലേ, പഠിക്കുന്ന പിള്ളേരുണ്ട്. ഒക്കെ കാട്ടിനുള്ളിൽ കിടക്കുന്നത്. ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യമാണ്. എന്നാലും ഇത് കാണാമല്ലോ, പെട്ടെന്ന് വരുമ്പോൾ കാണാമല്ലോ. ഇത് അവിടെ പമ്മി ചാടി പിടിച്ച് തീർന്നില്ലേ. ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പിള്ളേരുടെയും സ്കൂളിൽ പോകുന്ന പിള്ളേരിലും നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു പിള്ളേരെ രാവിലെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരാൻ പോലും രക്ഷിതാക്കൾക്ക് പോലും കൂട്ടിക്കൊണ്ടുവരാൻ ഒരു സാഹചര്യം, ഒരു ഭയത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ആകെ എല്ലാം കൊണ്ടൊരു ഭയമാണ്. അപ്പോൾ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഭയത്തിലാണ് നമുക്കിപ്പോൾ ഈ മേഖലയെ കൊണ്ട് നമ്മൾ ജീവിച്ചുകൂടി പോണത്. കർഷകരാണ് കൂടുതലും ഇത് ഈ കന്നാലിയുമായിട്ട് ഉപജീവനം കഴിയുന്ന ഇതാണ്. അപ്പം ഇവിടെയൊക്കെ വരിക ഈ സന്ധ്യയ്ക്ക് ഒരു 10 മണിക്ക് ശേഷം വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ വരാത്തൊരു സ്ഥിതിയാണ് ഇപ്പം. പകല് കണ്ടമാനം കടുവകളായിട്ടുണ്ട് ഇപ്പം. അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് മുടക്കൊല്ലി പിടിക്കുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇപ്പറേ വാഗയിൽ സന്തോഷിൻ്റെ പശുവിനെ പിടിക്കുകയും അതുപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് CCയിൽ വന്ന് കിടാവിനെ പിടിച്ച് തിന്നുകയൊക്കെ ചെയ്തു. ഇതിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ട്, ഈ കലിക്കുള ഭാഗത്തൊക്കെ ഉണ്ട്, ഈ എസ്റ്റേറ്റിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ജീവിതം പറ്റേ അബദ്ധത്തിലാണ്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സ്കൂളിൽ പിള്ളേരൊക്കെ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. പിന്നെ കാടൊക്കെ ഉള്ളതുകൊണ്ട് കാടൊന്നും പറ്റുന്നില്ലല്ലോ. കാപ്പി പറിക്കാൻ പറ്റുന്നില്ല. കൃഷിയൊന്നും പറമ്പോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. വാഗേരിക്കാരുടെ ഭീതിക്കും ദുരിതത്തിനും അറുതിയാകുന്നില്ല എന്നാണ് ഇവരുടെ വാക്കുകളെന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, വാർത്തയ്ക്ക് നന്നായിട്ട് ദാരിദ്ര്യമുണ്ടോ എന്ന്. അത്യാവശ്യം ഉണ്ട് കേട്ടോ.
ക്രിസ്മസ് കാലമല്ലേ, ഇന്നലെയൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ഇനി വാർത്തകൾ പുതുവത്സരം വരുമ്പോഴേക്കും വാർത്തകൾ കൂടും. ഇത് പക്ഷേ എപ്പോഴും അവധി ദിവസമാകുമ്പോൾ വാർത്തകൾ കുറച്ചൊന്ന് കുറയും. പക്ഷേ വാർത്തകൾ വേറെയുണ്ട്, പക്ഷേ നമുക്ക് ചിലതൊന്നും പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.